വിളിച്ചിട്ടില്ല. 18 പേരുടെ ഞാൻ വ്യക്തിപരമായി കൊടുത്തു. ഞങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്ത് വ്യക്തമായി ഏതൊക്കെ മാധ്യമങ്ങളിലാണ് ഈ വാർത്തകൾ വന്നത് എന്ന് സഹിതം ഞങ്ങൾ അത് ഞങ്ങൾ ആദ്യം പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് പരാതി കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ മാധ്യമത്തിന് ഇതിനൊരു വലിയൊരു കൂട്ടായ്മയാണോ ഈ സ്ത്രീകൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, സ്ത്രീകളുടെ കൂട്ടായ്മ. അതിനൊത്ത് ചില പുരുഷന്മാരും അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം തന്നെ ഇവിടെയുള്ള സംഘടനകളെ പൊളിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ ആരും കൂട്ടുനിൽക്കില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അധ്വാനിക്കുന്ന അടിസ്ഥാന വർഗ തൊഴിലാളികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായി സംസാരിച്ച ഒരാളാണ്. ഈ WCC എന്നൊരു സ്ത്രീകളുടെ കൂട്ടായ്മ WCC ആണ് ഇവിടെ ആദ്യം ഉണ്ടായത്. ആ WCC തന്നെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ അതോ വേറെ കൂട്ടായ്മയാണ്? ഞങ്ങൾ അത് വ്യക്തമായിട്ട് പിന്നീട് സംസാരിക്കും. 15 വർഷമായി ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് വരെ ഒരു എൻ്റെ കൂടെ മേക്കപ്പ് അസിസ്റ്റൻസ് ഉണ്ട്, മേക്കപ്പ് മാൻമാരുണ്ട്, അങ്ങനെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഒരാൾ പോലും ഒന്നങ്ങോട്ട് മാറി നിൽക്കെന്ന് പറയാനുള്ള ഒരിട ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാവരും തന്നെ സ്വന്തം സഹോദരിയെ പോലെയാണ് കാണുന്നത് എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇതുവരെ ഒരു മോശം വാക്കോ മോശം പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് നിൽക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ മോശമായിട്ട് നടന്നാൽ അവരും തിരിച്ച് മോശമായിട്ട് നമ്മളോട് പ്രതികരിക്കുള്ളൂ. എനിക്ക് ഫെബ്രുവരിയിൽ 100% വിശ്വാസമാണ്. കാരണം അവിടെയുള്ള തൊഴിലാളികൾ എല്ലാവരും തന്നെ സഹോദരിയായിട്ടാണ് കാണുന്നത് എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട് ഫെബ്രുവരിയുടെ തൊഴിലാളികളെ. അപ്പോൾ ഇവര് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ച് തരില്ല, ഒരിക്കലും തരാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ സഹോദരങ്ങളെ കൂട്ടിയാണ് ഞങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളുടെ വീട്ടുകാരെ പോലെ തന്നെ ഇവരും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം 10, 40, 50 ദിവസങ്ങളാണ് നമ്മൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ ഇവരെ കൂടി അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരുടെ കൂടെ നിന്ന് ജോലി എടുക്കുന്നത്. അത് അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും ഞാൻ പറയുന്നത് അത്രയും നമുക്ക് അവരുടെ വാക്കുകളിൽ, അതായത് നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും നമ്മളെ വിശ്വാസമാണ്. പക്ഷെ പുറത്തുള്ള ജനങ്ങളെ ഒന്നും നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. സിനിമയാണ്, നമ്മൾ പോകുന്നത് ചിലപ്പോൾ രാത്രി പോകും, വെളുപ്പിന് വരും, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ഒരു തീരുമാനം നിങ്ങൾ ഞങ്ങൾക്ക് എടുത്തു തരണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോടൊരു വാക്ക് ചോദിക്കാതെ മറ്റു ചില വ്യക്തികൾ പറയുന്നത് കേട്ട് ഇത്രയും പബ്ലിഷ് ചെയ്തത് എന്തിനാണ്, ഞങ്ങളുടെ പേരുകളൊക്കെ എന്തിനാ വെളിപ്പെടുത്തിയതെന്ന് മീഡിയ ഞങ്ങളോട് പറയണം. അത് കൊടുത്ത മാധ്യമത്തിനെതിരെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. അത് ഞങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്ത് വ്യക്തമായി ഏതൊക്കെ മാധ്യമങ്ങളിലാണ് ഈ വാർത്തകൾ വന്നത് എന്ന് സഹിതം ഞങ്ങൾ. ഞാനൊരു 8 വർഷമായിട്ട് സിനിമയിൽ ജോലി ചെയ്യുന്നത്. നമ്മളൊരു സെറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാം എന്ന് കരുതിയല്ല നമ്മളവിടെ ചെല്ലുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ആ സെറ്റ് എങ്ങനെ നമ്മൾ സ്വന്തമാക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അല്ലാതെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവിടെ ചെന്ന് അവിടെയുള്ള മേക്കപ്പ് അസിസ്റ്റന്റിനോടും മറ്റുള്ളവരോടും മറിച്ചവരോടും മേക്കപ്പ് വർത്താനം പറഞ്ഞ് അതല്ല ചെയ്യേണ്ടത്. അവർ പറയുന്ന ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണോ അത് ചെയ്ത് കൊടുത്ത് അവർക്ക് സന്തോഷകരമായിട്ടൊരു കുടുംബം പോലെ ആയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും സെറ്റിൽ തിരിച്ചു പോകുന്നത്. ഒരു പ്രാവശ്യം ഞങ്ങൾ 30 ദിവസം, ചിലപ്പോൾ 40 ദിവസം, ചിലപ്പോൾ 50 ദിവസം, ചിലപ്പോൾ അതിൽ കൂടുതലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാറുണ്ട്. ഇങ്ങനെയുള്ളൊരു വാർത്ത വരുമ്പോൾ തിരിച്ചെത്തി വിശ്വസിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലണം. ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് ഞങ്ങൾ എന്ത് പറയണം? ഇങ്ങനെയുള്ള വാർത്തകൾ വരും, ഞങ്ങളുടെ പേര് സഹിതം വെച്ച് പറഞ്ഞായിരിക്കും എങ്ങനെ ഞങ്ങൾ തീർച്ചയായും ഒരു മരണ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റണില്ല. എന്താണ് അവസ്ഥ? അപ്പൊ ഞങ്ങൾക്ക് ഉത്തരം തരേണ്ട ബാധ്യത നിങ്ങൾക്ക് കൊടുക്കും. ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വിളിച്ചിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇതിന്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് തെളിവ് തരണം. ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നത് ഞങ്ങൾക്ക് തെളിവ് തന്നേ പറ്റും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരും വിളിച്ച് ഞങ്ങളോട് പറയുന്നത് പുറത്തിറങ്ങാൻ പറ്റില്ല, ആത്മഹത്യ വക്കീലാണ്. ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ആത്മഹത്യ ഇല്ലാത്തത് അതുകൊണ്ടാണ്. അതല്ല എങ്കിൽ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്താണ്.
ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന വിശ്വാസമുണ്ട്. ഫെഫ്കയിൽ 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർക്കാനായിട്ട് ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നോക്കൂ, 92 സ്ത്രീകളാണ് 31-ാം തീയതി ഫെഫ്ക ബോഡി വിളിച്ചു കൂട്ടിയത്. ഈ 92 പേരിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്? ഞാൻ ഉൾപ്പെടെ 4 സ്ത്രീകളാണ്. ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളിൽ നിന്ന് 4 സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത്. ഈ 4 പേരോടും അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം, തൊഴിൽ വിവേചനം, സാമ്പത്തിക വിവേചനം, അതുപോലെ തന്നെ റൂമിന്റെ കാര്യം, യാത്രാ സൗകര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഹേമ കമ്മിറ്റിക്ക് ചോദിക്കാൻ താല്പര്യമില്ല. അപ്പൊ അതില്ല എന്ന് പറയുമ്പോ അതില്ല എന്ന് ചിലർ പറയും. എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇല്ല എന്നതല്ല, സമ്മതിച്ചു. പക്ഷേ അങ്ങനെ സംസാരിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി പ്രഖ്യാപിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ ഇങ്ങനെ ഒരു സംവിധായകൻ എനിക്കെതിരെ വളരെ മോശമായി പെരുമാറിയപ്പോൾ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം. രാധിക ശരത് കുമാറിന്റെ ഒരു പ്രസ്താവന നമ്മളിവിടെ കത്തിച്ചല്ലോ. ഈ രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ്. അവരെന്താണ് ചെയ്തത്? അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയിട്ട് അവരങ്ങ് പോയി. അവർ പറഞ്ഞത് എന്താണ്? മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് ഞാൻ കരുതി. ഈ കാര്യമാണ് ഞാൻ അന്ന് 31-ാം തീയതി മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത്. മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റ് എന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല. ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത്. ഞാൻ ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു, കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എന്തിനത് ചെയ്യണം? അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ എനിക്കതിനെ ചിന്തിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും. ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും. അതിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണൻ. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഞങ്ങൾ 31-ാം തീയതി നടത്തിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫെഫ്കയുടെ മീറ്റിംഗ്. അത് ഞങ്ങളൊരു തീരുമാനം, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡബിംഗ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെഫ്കയിലൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ യൂണിയനിൽ പറഞ്ഞ് അത് കഴിഞ്ഞ് ഫെഫ്കയിലോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തീരുമാനങ്ങളും ന്യായങ്ങളും കിട്ടുമെന്നുള്ളത്. അവിടെ ഞങ്ങൾ ആരും മുഖം മറച്ചു വെച്ചിട്ടല്ല ഇരുന്നത്. അന്നും ഞങ്ങൾ അഭിമാനത്തോടെ ഫെഫ്ക യൂണിയനിലെ മെമ്പേഴ്സാണ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർ അവിടെയുണ്ട്. ഞങ്ങൾക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരാനുള്ള ആൾക്കാർ ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളുമായിട്ട് അത് ഞങ്ങളെ ബാധിച്ചു എന്നുള്ളതല്ല, അവരെ ബാധിച്ചവരുടെ കൂടെ ഐക്യദാർഢ്യത്തോടെ ഞങ്ങൾ നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. നാളെ ഞങ്ങളും ആയിരിക്കാം അതിനുള്ള വിക്ടിംസ്. മേ ബി അടുത്ത പേരുകൾ ഞങ്ങളുടെ പേരിലും വരാം. പക്ഷെ വരില്ല എന്നുള്ള ഉറപ്പ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന രീതികൾ എന്നുള്ളത്, ഞങ്ങളുടെ കൂടെ നമ്മൾ വളരുമ്പോൾ കൂടെ ഉള്ളവരെ വളർത്തുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഏത് ചീഫ് ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മളൊരു ഫീമെയിൽ അസിസ്റ്റൻസിനെ വെക്കുവാണെങ്കിലോ മെയിൽ അസിസ്റ്റൻസിനെ വെക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഇപ്പോഴൊക്കെ നോക്കുന്ന ഫീമെയിൽ അസിസ്റ്റൻസിനെ കൂടെ ചാൻസസ് കൊടുക്കണം. അവർക്കും വേണം സിനിമ എന്നുള്ളത്, സിനിമയിൽ വരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരെ കൂടെ നിർത്തിക്കൊണ്ടാണ് വരുന്നത്. ചിലർക്ക് ഉണ്ടാവും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടുണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് ഞങ്ങൾ അവിടെ തന്നെ തീർക്കുന്ന കാര്യങ്ങളാണ്. അത് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളും കൊടുക്കും തോന്നലും വെച്ച് വന്ന് കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാം ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം വരാണ്ടിരിക്കാനും ഇങ്ങനെ ഒരു ന്യൂസ് പോയിട്ട് ഓരോ വീടുകളിലും ഉള്ള കുട്ടികൾ അവരുടെ വീട്ടിലുള്ള കുട്ടികൾ വരെയും ചോദിക്കാൻ തുടങ്ങി. എന്താന്ന് പറയും, ഈ അമ്മ ഞങ്ങളുടെ അല്ലേ വരുന്നത്, നിങ്ങളുടെ അല്ലേ വരുന്നത്, ഞങ്ങൾ പോയി ചോദിക്കട്ടെ കാര്യങ്ങൾ. എന്തായിരിക്കും അവരുടെ ആ കുട്ടികളുടെ മാനസികാവസ്ഥ? അതൊന്നും നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് മൈക്കിൽ നിന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ അല്ല.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഫേസുകൾ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരെല്ലാവരും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പേരുകൾ പറഞ്ഞ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഏത് മേഖലയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും യൂണിറ്റിയോടെ നാളെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാലും ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ഫെഫ്ക ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ യൂണിയനിൽ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന് എന്താണ് നിങ്ങൾക്ക് കണ്ട് എന്താണ് സൊല്യൂഷൻ? ഇപ്പം ഈ 2 പേരും ഇന്ന് ഭാഗ്യചേച്ചിയോടെ ഭാഗ്യചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യചേച്ചി 3 പേരുടെ പേരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. മീറ്റിംഗിൽ ഇവരെല്ലാവരും വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ്. അത് വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നതും അതുകൊണ്ടാണ്. ഞങ്ങളും ഇരിക്കാം, ഞങ്ങളും സംസാരിക്കാം, തുറന്നു പറയാം. മാഡം വിത്തൗട്ട് ഡ്യൂ റെസ്പെക്ട് അതിൽ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ പറഞ്ഞല്ലോ ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം മക്കൾ പോരുന്നത് ഇതേ പ്രശ്നം തന്നെയല്ലേ ഈ മെയിൽസിന് ആരോപിക്കപ്പെടുന്ന തെളിവുകളില്ലാതെ ആരോപിക്കപ്പെടുന്നത് മെയിൽസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയെടുത്ത കരിയർ അവരുടെ ഭാവി അവരുടെ ഡിഗ്നിറ്റി ഇതെല്ലാം ചോദിച്ചിട്ടാവുകയാണ്. അപ്പൊ ഏത് സ്ത്രീക്കാണ് ഒരു സ്ത്രീക്ക് അവർക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അവര് ആരെങ്കിലും വന്ന് മോശമായി എന്താ പറയാ വന്ന് എന്തെങ്കിലും ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാനുള്ള ശക്തി സ്ത്രീകൾക്ക് ഉണ്ട്. സ്ത്രീകൾക്ക് റിയാക്ട് ചെയ്യാം. അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മേ ബി അവരുടെ മാനസികാവസ്ഥ അപ്പം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫ്രണ്ടിനോട് പറയാം, നമ്മുടെ ഒരു കൂടെയുള്ള കോവർക്കേഴ്സിനോട് കൊളീഗ്സിനോടും അത് പറയാം. അത് പറയാത്ത പക്ഷം നമ്മൾ മൈക്ക് എടുത്ത് 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് അതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആയിട്ട് എന്നെ ചിത്രീകരിക്കാം. നിങ്ങൾക്ക് യുനോ ഒരു നോട്ട് നല്ലൊരു ഫെമിനിസ്റ്റ് അല്ല എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിത്രീകരിക്കാം. ഞാൻ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എന്നെ പൊറത്തേക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ എന്നോട് ആരെങ്കിലും മോശമായി പെരുമാറാൻ ശ്രമിച്ചാൽ ഞാൻ ആ സമയം തന്നെ ഞാൻ അതിന് മറുപടി എന്റെ രീതിയിൽ ഞാൻ കൊടുത്തിരിക്കും. ബിക്കോസ് എനിക്കറിയാം എന്റെ സർക്കിൾ എവിടെയാണ് ഇടേണ്ടത്. ആ സർക്കിളിനകത്ത് ഞാൻ ആരെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തതയുള്ളൊരു പേഴ്സണാണ്. അതുപോലെ തന്നെയാണ് എല്ലാ സ്ത്രീകളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ വരുന്ന ആരോപണങ്ങൾ വരുമ്പോൾ 2 സൈഡിൽ നിന്നും വരും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും എടുക്കാനും ഒക്കെ ഉള്ളവർ ഇരുന്ന് ചെയ്തോട്ടെ. അത് ഞാൻ എന്ന് പറഞ്ഞാലും ഇങ്ങനൊരു ഫേക്ക് ന്യൂസസോ ഫേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ തരത്തിലും എല്ലാ ഫാമിലീസും എഫക്ട് ആകും. അത് ഈ ചെയ്യുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ വളരെ നല്ലത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ മെയിൽസ് ആണെങ്കിലും എഫക്ട് ആകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇരിക്കുന്ന 2 വിക്ടിംസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽസ് ആണ്. ഇവരും അതുപോലെ തന്നെ എഫക്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരും എഫക്ട് ആവുന്നുണ്ടാവും. അത് ഈ ചെയ്യുന്നവർ ആരാണെങ്കിലും അത് അവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നോക്കൂ, ഇപ്പൊ വെറുതെ പറയുന്ന അതായത് ആർക്കൊക്കെയോ വ്യക്തിവിരോധം തീർക്കാനും കൂടി പലരും ഈ ഒരു സമയം മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി. അതാണ് ഇപ്പൊ താങ്കൾ ചോദിച്ചത്. അതിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? അതവർ തീർച്ചയായിട്ടും അവരിനി എത്ര കാലം ഇത് തെളിയിക്കാൻ വേണ്ടി എടുക്കണം എന്നുള്ളൊരു പ്രസക്തമായൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. അതിനൊക്കെ മറുപടി പറയേണ്ടത് ആ അക്യൂസ്ഡിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരും വിക്ടിമിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ വന്നിരിക്കുന്നത് ഇവർക്കുണ്ടായ വേദനയെ കുറിച്ച് പറയാനാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, ഇനി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരെടുത്ത ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള സകല സ്ത്രീകളും അടിസ്ഥാന വർഗ തൊഴിലാളികളായ എല്ലാ സ്ത്രീകളും തെരുവിലിറങ്ങി തന്നെ അതിനു വേണ്ടി പോരാടും. അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ വെറുതെ ആർക്കും അങ്ങനെ പിന്നെ തോന്നിയ പോലെ പേര് വിളിച്ച് പറയാനൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾ ദയവീത് മനസ്സിലാക്കണം. നിങ്ങളോട് എല്ലാവരുടെയും ഒരു അപേക്ഷയാണ്, ദയവീത് ആരുടെയെങ്കിലും പേര് പറയുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുക, ഈ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, സത്യസന്ധമായ വാർത്തയാണോ എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങൾ എല്ലാവരും കാണിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി തനിക്ക് നേരെ ഒരുത്തൻ മോശമായ രീതിയിൽ തീർച്ചയായിട്ടും ഏത് തൊഴിലിടത്തിലാണ് ഇതില്ലാത്തത് ഒന്ന് പറയൂ. സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ, മീഡിയയ്ക്കുള്ളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ എവിടെയാണ് ഇതില്ലാത്തത്? എല്ലായിടത്തുമുണ്ട്. അവിടെ വെച്ച് പ്രതികരിക്കൂ, ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ ആ സ്ത്രീ വിരുദ്ധത ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് സ്ത്രീകൾ ശക്തരാകൂ എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ. എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കണം, എനിക്ക് വേദനിച്ചാൽ ഞാൻ കരയണം. അപ്പോ എനിക്കെതിരെ അത്തരത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ തന്നെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഓരോ സ്ത്രീയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. WCCയിലെ 2 ഫൗണ്ടർ മെമ്പർമാർക്കെതിരെ 2 ആരോപണം, അതിനെക്കുറിച്ച് നിങ്ങളുടെ സ്ത്രീ കൂട്ടായ്മയ്ക്ക് എന്താ പറയാ? നിങ്ങളെല്ലാം നിങ്ങളുടെ സൈറ്റിൽ കയറി നോക്കുമ്പോ ഇല്ല, എല്ലാം അങ്ങ് മുക്കി. അല്ല, അതിന് സ്വാധീനമുണ്ടോ ഇവരുടെ?
എനിക്കറിയില്ല അതെങ്ങനെയാണ്. നമ്മളൊക്കെ ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പേരങ്ങോട്ട് അടിക്കുമ്പോ പടപടാന്ന് ന്യൂസ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആരോപണം ഇപ്പൊ വന്നിരിക്കുന്ന ആ 2 പേരുകളുടെ പേര് ഒന്ന് അടിച്ചു നോക്കൂ. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അടിച്ചു നോക്കൂ. അഡ്രസ് ഇല്ല, അതിനെക്കുറിച്ച് ഒരു മാധ്യമത്തിലും. അപ്പൊ ആരെയാണ് നിങ്ങൾ എല്ലാവരും ഭയപ്പെടുന്നത്? എവിടെ പോയി ആ വാർത്ത? എവിടെ പോയി? നിങ്ങൾ ഈ മൊത്തത്തിൽ ഇങ്ങനെ ഈ ജനറലൈസ് ചെയ്ത് പറയുന്നത് നേരത്തെ പറഞ്ഞു, ചേച്ചിയെ പറഞ്ഞു, ഇവിടെ എല്ലാവരെയും എല്ലാം ചിലരെയാണ് ഉദ്ദേശിച്ച് ചേച്ചിയെ പറഞ്ഞു. അപ്പൊ ഇപ്പോഴും പറയുന്നുണ്ട് എല്ലാ മാധ്യമങ്ങളും വാർത്ത മുതലാക്കി പറഞ്ഞു. എല്ലാത്തിലും അല്ല, വരാത്തവരുടെ പേര് വരാത്തവരും തന്നെ പറയണം. അല്ലാതെ എല്ലാവരെയും ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കെതിരെയാണോ ചേച്ചി ആ പറഞ്ഞത് അത് കൃത്യമായിട്ട് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നവര് പലരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ആവശ്യമില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആ പ്രശ്നമുള്ള തീരുവല്ല. അത് ആരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുകയും ഞങ്ങൾ എന്തായാലും പരാതി കൊടുക്കുമ്പോൾ ആ പരാതി പുറത്തു വരുമല്ലോ. അതിൽ വളരെ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഈ വാർത്തകൾ അന്ന് ടെലികാസ്റ്റ് ചെയ്തത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയും. അല്ല, ഇപ്പൊ പറഞ്ഞ ഇതുണ്ട്, ഇപ്പൊ പറഞ്ഞ ചില വാർത്തകൾ പിൻവലിച്ചു, അവരുടെ സ്വാധീനം വെച്ചു. ഇതെല്ലാവരും പ്രതികൂട്ടിലാകുന്ന രീതിക്ക് അതേ ഇപ്പൊ അവിടെയും ചോദിച്ചത്. നമ്മള് ഗൂഗിളിൽ കയറി നോക്കുമ്പോ ഒരു മാധ്യമത്തിന്റെ പേരെഴുതിയല്ല നോക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വാർത്തയെ കുറിച്ച് ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്കാൻഡൽ, ഇന്ന ആളുകളെ കുറിച്ച് വന്നിരിക്കുന്നു എന്ന് അടിക്കുമ്പോ അതില്ല, ഒന്നിലുമില്ല. അതാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ നോക്കിയിട്ട് ചിലത് ഒന്നിലില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അവരുടെ സ്വാധീനം കൊണ്ട് ചില മാധ്യമങ്ങൾ അത് പിൻവലിച്ചു, അങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാവരും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരിക്കാം അവരുടെ സ്വാധീനം കൊണ്ട്. അപ്പോ ഞങ്ങൾക്കൊന്നും സ്വാധീനമില്ലാത്തത് കൊണ്ടാണോ ഇതിവിടെ കിടക്കുന്നത്? പാവങ്ങളായത് ബാക്കിയുള്ള കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ പാവങ്ങളെ ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചവിട്ടി ബാക്കി മാധ്യമങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൂടെ താങ്ക് യു സോ മച്ച്. ഇപ്പൊ തന്നെ നോക്കൂ, ഒരു വാർത്ത വിളിച്ചപ്പോ നിങ്ങൾ ഇത്ര പേരും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ സഹായിക്കാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ അടിസ്ഥാന വർഗ തൊഴിലാളികൾ ഒരു പത്രസമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവതരിക്കാം, അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് എന്ത് ചോദിക്കാൻ, അവിടെ ക്ലാമർ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരും വന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇതിലും നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളുണ്ട്, മാധ്യമങ്ങളുണ്ട് എന്ന് ഉറച്ചു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും എല്ലാവരും വിളിച്ചത്. പക്ഷെ ആ വാർത്ത കൊടുത്തവർ ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ മനസാക്ഷി കുത്തുന്നത്. ഈ WCC മെമ്പർമാർക്ക് ആരോപണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. 100%. എത്ര നാൾ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു, ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച്, അല്ലെ? ആ കാര്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ആരാണ് അതിന്റെ പിന്നിൽ എന്ന രീതിയിൽ ഇപ്പൊ വന്നിരിക്കുന്നു. അത് ആരാണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതിനെക്കുറിച്ച് ഒരനക്കവുമില്ല. എന്തുകൊണ്ട്? അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം. ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് ഓടാൻ എനിക്ക് ഇതിന്റെ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അറിയുന്നുണ്ടോ അത്? അതെനിക്കറിയില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഗായിക അവരുടെ മുഖം മറയ്ക്കാതെ അവർ വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരൊരു ഊമക്കത്ത് പോലെയൊന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് കുമാർ പറഞ്ഞതും? ഇതെല്ലാം അന്വേഷിക്കേണ്ട വിഷയമാണ്. ഈ ഹേമ കമ്മിറ്റിയിലെ നിങ്ങളിൽ നിന്ന് 4 പേര് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഹേമ കമ്മിറ്റിയിൽ പോകുമ്പോൾ ചേച്ചിയുടെ പറയുന്നത് ഇവർക്ക് വേണ്ട ലൈംഗിക ചൂഷണം മാത്രം മതി. അപ്പൊ ഹേമ കമ്മിറ്റിയിലെ ഒരു വിശ്വാസത ഇല്ല എന്നാണ് ഉറപ്പായിട്ടും ഇല്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് ഹേമ കമ്മിറ്റിയുടെ ആർക്കുമില്ല. ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു. സ്ത്രീകളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല? ഞങ്ങൾ എത്ര ലേഡീസ് അല്ലേ? മേഡം ഈ പറയുന്നത് അതായത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. എക്സ്ക്യൂസ് ഒരു മിനിറ്റ്. ചോദിക്കുന്നത് ആരൊക്കെ സംസാരിച്ചു? ചിലപ്പോ അതൊന്നും അല്ലാതെ പല വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളുണ്ട്. അവരോട് ചോദിച്ചില്ല. ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ
അപ്പൊ ചേച്ചി മൊഴി കൊടുക്കാൻ പോയെന്ന് പറഞ്ഞു. ചേച്ചി ഞാൻ പോയതല്ല, എന്നെ ജസ്റ്റിസ് ഹേമ വിളിച്ചതാണ്. എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇരിക്കുന്നവർക്കൊന്നും ഹേമ കമ്മിറ്റി എവിടെയാണ് ഇരിക്കുന്നതെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ആർക്കും അറിയില്ല. അവർ വിളിക്കുകയാണ്, ഓരോരുത്തരെ വ്യക്തിപരമായി അവർ വിളിക്കുകയാണ്. എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അഡ്രസ് തന്നത്, ഫോൺ നമ്പർ തന്നത് WCC ആണെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വിളിച്ചു, പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് സുരേഷ് കുമാറിനെ വിളിച്ചു, മോഹൻലാലിനെ വിളിച്ചു, മമ്മൂട്ടിയെ വിളിച്ചു. ഇവർക്കൊന്നും പറയാനൊന്നുമില്ലേ? അവരെ വിളിക്കണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സംഘടനയെ അവർ അറിയിക്കണം. അതാത് സംഘടനയ്ക്ക് അവർ നോട്ടീസ് കൊടുക്കണം. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ സംഘടനയിലെ സ്ത്രീകളെ വരാൻ പറയണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ ചെല്ലുമായിരുന്നല്ലോ. അങ്ങനെ ഒരു അറിയിപ്പ് ആർക്കും കിട്ടിയിട്ടില്ല, ഒരു സംഘടനയ്ക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ അറിയില്ലല്ലോ. ഇവരെല്ലാം അതെങ്ങനെ നിങ്ങൾക്ക് അത് അത് നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് എന്നോട് ജസ്റ്റിസ് ഹേമ എന്നെ വിളിച്ച് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെ ഓരോരുത്തരടുത്തും എവിടെയാണ് വരേണ്ടത് എന്നവർ വ്യക്തമായി വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഓരോരുത്തരും ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി മാതിരി തന്നെ ഇവരും സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരാരും പത്രം കണ്ടിട്ടല്ലല്ലോ പോയത്, അവരെ ക്ഷണിച്ചിട്ടല്ലേ പോയത്. ഈ നടിമാരെയൊക്കെ ക്ഷണിച്ചിട്ടല്ലേ പോയത്. അതിനാണല്ലോ സംഘടന, അതാണ് പറയുന്നത്. സംഘടനയെ ഔദ്യോഗികമായി വിവരം അറിയിക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. അതവർ ചെയ്തില്ല. ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞ പല ഏജന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നവർ ചെയ്തു, ഡാൻസേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്തു. പക്ഷേ ഈ ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയായിരുന്നു ചെയ്തത് എന്ന് അവർ ഓൾറെഡി അത് പറഞ്ഞ റിപ്പോർട്ടിലുണ്ട്. അത് അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ഉണ്ണികൃഷ്ണനെ വിളിച്ചല്ലോ, ഈ ഉണ്ണികൃഷ്ണൻ ഒരു നോട്ടീസ് കൊടുക്കാൻ, കയ്യിൽ കൊടുക്കാലോ, ആ റിപ്പോർട്ട് കൊടുക്കാൻ, മൊഴി കൊടുക്കാൻ പോയപ്പോ മിസ്റ്റർ പി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയ്ക്ക് ഞങ്ങൾ ഇത് തരുന്നു, നിങ്ങളുടെ കീഴിലുള്ള എല്ലാ സംഘടനയ്ക്കും നിങ്ങൾ ഇത് കൈമാറണം എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അത് അവർ കൊടുത്തില്ലല്ലോ. എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നെ വിളിച്ചു ഞാൻ പോയി സംസാരിക്കുക എന്നുള്ളതാണ്. നോ നോ നോ, ആ പറയുന്നതിനോട് ഞാൻ അവർക്ക് ഞാൻ 18 പേരുടെ പേരും ഫോൺ നമ്പറും ഞാൻ ഹേമ കമ്മിറ്റിക്ക് കൊടുത്തു. 18 പേരുടെ, ആ 18 പേരോട് ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളെ വിളിച്ചോ? വിളിച്ചിട്ടില്ല. 18 പേരുടെ ഞാൻ വ്യക്തിപരമായി കൊടുത്തു. ആ കൊടുത്തതിൽ ഹെയർ ഡ്രസ്സേഴ്സിന്റെ ഉണ്ടായിരുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഉണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉണ്ടായിരുന്നു. ഈ ഫെഫ്തയിലുള്ള സ്ത്രീകളുടെ തന്നെ 18 പേരുടെ, എനിക്കറിയാവുന്ന 18 പേരുടെ ഫോൺ നമ്പർ സഹിതം ഞാൻ കൊടുത്തു. അവരെ വിളിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് ഈ പെൺകുട്ടികളുടെ സങ്കടം പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രധാനമായിട്ടും പറയാനുള്ള ഒരു വിഷയം. ഔദ്യോഗികമായിട്ട് ഞങ്ങളെ